നമ്മുടെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന സാധാരണ കാര്യങ്ങളിലും അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാനോ അനുഭവിക്കാനോ കഴിയുന്നില്ല. കാരണം നമ്മൾ അസാധാരണമായ അനുഭവങ്ങളെയാണ് അന്വേഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു അവസ്ഥ ഉണ്ടാവണം, ജീവിതത്തിൽ വലിയ ദർശനങ്ങൾ ഉണ്ടാവണം, വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു സത്യം അസാധാരണമായ കാര്യങ്ങളിലല്ല നിറഞ്ഞിരിക്കുന്നത്. സത്യം സാധാരണ കാര്യങ്ങളിലാണ് നിറഞ്ഞിരിക്കുന്നത്. നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് കാണുന്നുണ്ട്, അതേപോലെ കാറ്റ് വീശുന്നുണ്ട്, പൂവ് വിരിയുന്നുണ്ട്, പക്ഷി പാടുന്നുണ്ട്. ഇതെല്ലാം നിത്യേന നമ്മൾ കാണുന്നുണ്ട്. ഇത് സാധാരണ കാര്യങ്ങളാണ്. പക്ഷേ അതിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിന് അതിൻ്റേതായ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു ശാന്തിയും സ്വാതന്ത്ര്യവും നമ്മളിൽ നിന്ന് അകലെയാവുകയാണ് ചെയ്യുന്നത്. ഒരു പൂവിനെ നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണ ബോധത്തോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, മഴത്തുള്ളികൾ വീഴുമ്പോൾ പൂർണ്ണ ബോധത്തോടെ അതിനെ കാണുമ്പോൾ, അറിയുമ്പോൾ, അനുഭവിക്കുമ്പോഴാണ്. അതേപോലെ നമ്മൾ എടുക്കുന്ന ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് പൂർണ്ണ ബോധത്തോടെ നമ്മൾ അറിയുകയാണെങ്കിൽ, അതിനെ അനുഭവിക്കുകയാണെങ്കിൽ, നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു ശാന്തി, സ്വാതന്ത്ര്യം, ആ ചെയ്യുന്ന പൂർണ്ണബോധത്തോടെ ചെയ്യുന്ന ആ പ്രവൃത്തികളിൽ ഉണ്ട്. ജീവിതത്തെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയല്ല വേണ്ടത്, കൂടുതൽ അതിനെക്കുറിച്ച് പറയുകയല്ല വേണ്ടത്, അതിനെക്കുറിച്ച് വായിക്കുകയല്ല വേണ്ടത്, ശാസ്ത്രീയമായി വിശദീകരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ചെറിയ ജീവിതത്തെ നമുക്ക് പുതുമയോടെ കാണാൻ ആവണം. ഒരു കുഞ്ഞ് ചിത്രശലഭത്തെ കാണുന്നത് അത്ഭുതത്തോടെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ജീവിതം പുതുമ നിറഞ്ഞതാണ്. നമ്മൾ വളരുമ്പോൾ പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്, താരതമ്യം ചെയ്യുന്നുണ്ട്, വിധി കൽപ്പിക്കുന്നുണ്ട്. പല പേരുകളും അതിന് നമ്മൾ ഇടുന്നുണ്ട്, അവിടെ വിശദീകരിക്കുന്നുണ്ട്, വിഭാഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്ഭുതപ്പെടാനുള്ള ആ കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ദിവസം ആദ്യ ദിവസമായിട്ട് കാണുക. അതേപോലെ നമ്മൾ എടുക്കുന്ന ശ്വാസം ആദ്യമായിട്ട് അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കുക. അത് വരുന്നതും പോകുന്നതും പൂർണ്ണ ബോധത്തോടെ അറിയുക. അതേപോലെ മഴത്തുള്ളികൾ വീഴുന്നത് പൂർണ്ണ ബോധത്തോടെ അറിയുക, അനുഭവിക്കുക. അതേപോലെ കടന്നു പോകുന്ന ഓരോ നിമിഷത്തെയും പൂർണ്ണമായിട്ടും അറിയുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, ഈ ചെറിയ കാര്യങ്ങൾ പൂർണ്ണ ബോധത്തോടെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ജീവിതം അത്ഭുതമായിട്ട് നമ്മൾ കാണും. നമ്മുടെ ജീവിതം അത്ഭുതമായിട്ട് മാറും. അതിനുള്ള സാഹചര്യങ്ങളോ ഏതൊരു കാര്യമാണോ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെയും ലാളിത്യത്തോടെയും അതിനെ അറിയുക, അനുഭവിക്കുക. അതിൽ നമ്മൾ അന്വേഷിക്കുന്ന ശാന്തിയും സ്വാതന്ത്ര്യവും ഉണ്ട്. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു നിഴൽ പോലെ നമുക്കൊപ്പം നമ്മൾ അന്വേഷിക്കുന്നത് ചേർന്ന് നടക്കും. ഓരോ ശ്വാസത്തിലും, ഓരോ നിമിഷത്തിലും, ഓരോ ചുവടിലും. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു, ജ്ഞാനം നേടുന്നതിന് മുമ്പ്
അങ്ങ് എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഗുരു പറഞ്ഞു, ഞാൻ വിറക് കീറുകയും വെള്ളം കോരുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശിഷ്യൻ ഗുരുവിനോട് വീണ്ടും ചോദിച്ചു, ജ്ഞാനം ലഭിച്ചതിന് ശേഷം അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗുരു പറഞ്ഞു, ഞാൻ വിറക് കീറുന്നുണ്ട്, വെള്ളം കോരുന്നുണ്ട്. പക്ഷെ മുമ്പ് ഞാൻ ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് പലയിടത്തും അലഞ്ഞ് തിരിഞ്ഞിരുന്നു. എൻ്റെ മനസ്സ് കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തും പോയിരുന്നു. അതുകൊണ്ട് തന്നെ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴ് ഞാൻ വെള്ളം കോരുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ വെള്ളം കോരുന്നു, പൂർണ്ണ ബോധത്തോടെ അത് ഞാൻ ചെയ്യുന്നു. അതേപോലെ വിറക് കീറുമ്പോഴും ഞാൻ പൂർണ്ണ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ നിമിഷം മനോഹരമായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ പൂർണ്ണ ബോധത്തോടെ ഏതൊരു പ്രവൃത്തിയാണോ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നമ്മൾ അന്വേഷിക്കുന്ന ശാന്തിയും സ്വാതന്ത്ര്യവും ഉണ്ട്. ഈ നിമിഷത്തെ അറിയുക, ഈ നിമിഷത്തിൽ അലിയുക, ഈ നിമിഷത്തോടൊപ്പം ഒരു നിഴൽ പോലെ ചേർന്ന് നിൽക്കുക.